നാം ക്ഷണിച്ചിരുന്ന കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സഖാവ് സജി ചെറിയാൻ അവർകൾ വന്നെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുതൽ കേരളത്ത് ആരംഭിച്ചിട്ടുള്ള ഓണാഘോഷ പരിപാടിയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് വിട്ടുനിൽക്കാൻ കഴിയുന്നില്ല എന്നറിയിച്ചതിനെ തുടർന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രധാന ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ബാലചന്ദ്രൻ മാസ്റ്റർ അവർകൾ ഇവിടെ സന്നിഹിതനായിട്ടുണ്ട്. അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലുള്ള അത്രയും ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. തമിഴ് കേട്ടാൽ മനസ്സിലാവും, പറയാൻ എനിക്കറിയില്ല. കുറച്ച് വാക്കുകളെ പരിചയമുള്ളൂ. എൻ്റെ 2 മക്കൾക്കും തമിഴറിയാം. അവർ പഠിച്ചത് തമിഴ്നാട്ടിലാണ്. അവരെപ്പോഴും പറയും നമ്മുടെ മലയാളത്തിനേക്കാളും കേമമാണ് തമിഴെന്ന്. അത് നമ്മുടെ മലയാളത്തിൻ്റെ മൂത്ത ചേച്ചിയാണ് തമിഴെന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ വണങ്ങുന്നു, പെരിയാറിൻ്റെ നാട്ടിലെ ആളുകളെ വണങ്ങുന്നു, ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും അയ്യ വൈകുണ്ഠരുടെയും പാദസ്പർശമേറ്റ മണ്ണിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. കുറച്ച് 50 കിലോമീറ്റർ അപ്പുറം ചെന്നാൽ ഞങ്ങളുടെ സ്ഥലമായി. അത്രയേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. ഇതിനിടയ്ക്ക് ആരോ ഒരു വര വരച്ചു, അത്രയേ ഉള്ളൂ. ആ വര ഞങ്ങൾ കണക്കാക്കുന്നില്ല. മക്കളെ, സമത്വബോധം എന്ന് പറയുന്ന കാര്യം അയ്യ വൈകുണ്ഠരാണ് ആദ്യമായിട്ട് മലയാളികളോട് പറഞ്ഞത്. അതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവും അവര്. പക്ഷേ ശക്തമായ ഭാഷയിൽ സമത്വ സമാജം എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കിയിട്ട് എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം പറഞ്ഞത് അയ്യ വൈകുണ്ഠരാണ്. അതിനുശേഷമാണ് കേരളത്തിൽ വലിയ അലകൾ ഉണ്ടായത്. ശ്രീനാരായണ ഗുരു മനുഷ്യരെല്ലാം ഒന്നാണെന്ന്, ജാതി വ്യത്യാസമില്ല എന്നും പറഞ്ഞു വെച്ചു. അദ്ദേഹം ശാസ്ത്രം അഗാധമായി പഠിച്ച ആളല്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അനുകമ്പ എന്ന ഒരു വാക്കറിയാമായിരുന്നു. അനുകമ്പ എന്ന് പറഞ്ഞാൽ ഒരറ്റത്തു നിന്നും മറ്ററ്റത്തേക്ക് കമ്പനം ചെയ്യുന്ന, തരംഗമായി പോകുന്ന സ്നേഹത്തിൻ്റെ അനുരണനം എന്നാണ് അർത്ഥം. അത് കണ്ട മഹാനായ ഒരാളിൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതിൻ്റെ അലകൾ കേരളത്തിൽ എങ്ങുമുണ്ടായി. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾ തിരുവോണം കാത്തിരിക്കുമായിരുന്നു. എൻ്റെ മക്കൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉടുക്ക തുണിയില്ലാത്ത കാലം എന്ന് എൻ്റെ അമ്മ പറയുമായിരുന്നു. അതുപോലെ പായസം കുടിക്കാൻ കിട്ടുന്ന ഒരു ദിവസം. അതുകൊണ്ട് ആ ദിവസം ഞങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ഇപ്പൊ എന്നും പായസമാണ്. ഈ തമിഴ്നാടും കേരളവും സൗജന്യമായി അരി കിട്ടുന്ന സംസ്ഥാനങ്ങളാണ്. വടക്കേ ഇന്ത്യയിലെ കഥ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. പരമദയനീയമാണ് അവിടുത്തെ ആളുകളുടെ അവസ്ഥ. നല്ല ചമ്പാവരി ചോറ് പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും സൗജന്യമായി ഈ 2 സംസ്ഥാനത്തിലും കിട്ടുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുമുണ്ട്, ഉറപ്പാണ്. അവർക്ക് പലവ്യഞ്ജനവും സൗജന്യമായി കിട്ടുന്നു. അതുകൊണ്ട് എല്ലാ വീട്ടിലും സമൃദ്ധിയുണ്ട്. എല്ലാവർക്കും ഏതാണ്ട് വീടായി. സഖാവ് VS-ന്റെ ചിത്രം ഇതിനു മുമ്പിൽ ഇരിപ്പുണ്ട്. VS പൊതുസ്ഥലങ്ങളെ തിരിച്ചു പിടിച്ച ആളാണ്. അതിനുവേണ്ടി സമരം ചെയ്ത ആളാണ്. അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കൃത്യം എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ട സ്ഥലങ്ങൾ പലരും അപഹരിച്ചു വച്ചിരുന്നു. അതിനെ തിരിച്ചു പിടിക്കുന്ന മഹാസമരം നടത്തി. അതാണ് നവോത്ഥാനത്തിന്റെ വഴി എന്ന് പറയുന്നത്. അങ്ങനെ അത് തുറന്നിട്ട ആളാണ്. ഈ മറ്റ് പല വടക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന കള്ള ഭാഗ്യക്കുറികളുണ്ടായിരുന്നു. അതിനെ അദ്ദേഹം നിരോധിച്ചു. വലിയ സമരമാണ് ചെയ്തത് അദ്ദേഹം സെക്രട്ടറിയോട് ചോദിച്ചത്, അന്നത്തെ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയോട് ചോദിച്ചത്, ഈ ഭാഗ്യക്കുറി മുഖാന്തരം മരിച്ച എത്ര മനുഷ്യരുണ്ട് എന്നാണ്. 250 ആളുകൾ ആത്മഹത്യ ചെയ്തു. 250 കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്തു. ഇത് ഭീകരമാണല്ലോ അവസ്ഥ, ഇത് നിർത്തണമല്ലോ എന്ന്
തീരുമാനിക്കുകയും സുപ്രീം കോടതി വരെ പോയി കേസ് പറഞ്ഞ് ജയിച്ച് ആ ലോട്ടറികളെല്ലാം നിരോധിച്ച ഒരാളാണ്. പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ചെയ്ത അത്രയും വലിയ ത്യാഗമുള്ള ഒരാളിന്റെ ചിത്രമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ ആർട്സ് ക്ലബിന്റെ പേര് സ്നേഹലതയാണ്. അതിന്റെ മഹത്വം നിങ്ങൾക്കറിയാം. ഞാൻ അതൊന്നും ദീർഘമായിട്ട് പറയുന്നില്ല. ചില കാര്യങ്ങൾ മറക്കാതെ ഇരിക്കണം. വലിയ സമരങ്ങളുടെ നാടാണ് തമിഴ്നാട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി വലിയ ത്യാഗം. അതിന്റെ മുമ്പിൽ കേരളത്തിന് അത്ര ഗംഭീരമായി വയ്ക്കാൻ ഒന്നുമില്ലെങ്കിലും എൻ്റെ നാട്ടിൽ വലിയ സ്വാതന്ത്ര്യ സമരം നടന്നു. കല്ലറപ്പാങ്ങോട് എന്നാണ് ആ സമരത്തിന്റെ പേര്. 1900 ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 1940 ഈ കല്ലറപ്പാങ്ങോട് സമരത്തില് 2 ആളുകളെ തൂക്കിക്കൊന്നു. കല്ലറ കൃഷ്ണൻ എന്നാണ് ഒരാളുടെ പേര്, കൊച്ചപ്പിപ്പിള്ള എന്നാണ് മറ്റൊരാളുടെ പേര്. അതുകൂടാതെ 7 ആളുകളെ വെടിവെച്ച് കൊന്നു. 3000 ആളുകളുടെ പേരിൽ കേസുണ്ടായി. ഈ വീടുകളെല്ലാം നിരാധാരായി. എല്ലാ വീടുകളും തീയിട്ട് നശിപ്പിച്ചു. അത്ര ഭീകരമായ ഭരണമായിരുന്നു. രാജഭരണം എന്നാണ് നമ്മൾ പറയണത്, മഹത്തായ ഭരണമെന്ന്. അക്കാലത്താണ് ഇത് നടന്നത്. ഇത് കഴിഞ്ഞ് ഈ സമരത്തിൽ പങ്കെടുത്ത ജമാൽ ലബ്ബ എന്ന ഒരു മദ്രസ അധ്യാപകനുണ്ടായിരുന്നു, കല്ലറ കൃഷ്ണന്റെ കൂട്ടുകാരൻ. അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടില് 1953 ഒരു ദിവസം രാവിലെ സാവിത്രി എന്നു പേരായ ഒരു കുട്ടി വരികയാണ്. കല്ലറ കൃഷ്ണന്റെ മകളാണ്. അവൾ ജമാൽ ലബ്ബയോട് ചോദിക്കുകയാണ്, മാമ, എൻ്റെ അച്ഛൻ സുന്ദരനാണെന്ന് കേട്ടിട്ടുണ്ട്, നല്ല പൊക്കമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, നല്ല ദൃഢമായ ശരീരമാണെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് 4 വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛനെ തൂക്കിക്കൊന്നു. മാമ, എൻ്റെ അച്ഛൻ്റെ ചിത്രം എനിക്കൊന്ന് വരച്ചു തരാമോ എന്ന്. ജമാൽ ലബ്ബ തിങ്ങിപ്പൊട്ടിക്കൊണ്ട് തൻ്റെ ഒരു സുഹൃത്തിനെ കൊണ്ട് വരപ്പിച്ച ചിത്രം കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. 13 വയസ്സായ കുട്ടിയുടെ കയ്യിൽ. അവൾ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, എല്ലാ സ്ഥലവും നഷ്ടപ്പെട്ടു, രാജാവിൻ്റെ ആളുകൾ, CP ഉൾപ്പെടെയുള്ള ആളുകൾ പിടിച്ചെടുത്ത സ്ഥലം, ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ് അച്ഛൻ്റെ ചിത്രവും കൊണ്ട്. ഇത് മറന്നുകൊണ്ട് ഒരു നെടുമങ്ങാട്ടുകാരന് ജീവിതമില്ല. അത് കേട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്ന ആ കഥ കേട്ടാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ മറക്കില്ല. എൻ്റെ 2 മക്കളോടും പറഞ്ഞു, നിങ്ങൾ എവിടെ എത്തിയാലും ഇവരുടെ രക്തത്തിൻ്റെ ശമ്പളമാണ് നിങ്ങൾ വാങ്ങുന്നത്, ഇവരുടെ വിയർപ്പിൻ്റെ വിലയാണ് നിങ്ങൾ വാങ്ങുന്നത്. എൻ്റെ പൊന്നുമക്കൾ അത് മറക്കരുത് എന്നാണ്. ധാരാളം ജാതി മതത്തിൽപ്പെട്ട ആളുകളാണ് മരിച്ചത്. 7 പേർ ശ്രീലങ്കയിലേക്ക് ഓടിപ്പോയി. ഇന്നുവരെ അവരെക്കുറിച്ച് ഒരു വിവരമില്ല. അവരെന്തായി തീർന്നെന്നും ആർക്കും അറിയില്ല. അത്രയും ഭീകരമായൊരവസ്ഥയാണ് നടന്നത്. പക്ഷെ കാര്യമായി ചരിത്ര പുസ്തകത്തിലൊന്നും ഇതില്ല. നെയ്യാറ്റിൻകര വെടിവെപ്പ്, ശംഖുമുഖം വെടിവെപ്പ്, വട്ടിയൂർക്കാവ് വെടിവെപ്പ്, ആലപ്പുഴ വെടിവെപ്പ്, എത്രയോ സ്ഥലങ്ങൾ, പുന്നപ്രവയലാർ സമരം, കയ്യൂർ സമരം, ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത്. ഒരിക്കലൊരാള് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി, എത്ര മുസ്ലിങ്ങളാണ് രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്തതെന്ന്. മാർട്ടിയേഴ്സിനെ കുറിച്ച് ഇന്ത്യ ഗവൺമെന്റ് ഇറക്കിയ പുസ്തകമുണ്ട്. ആ പുസ്തകം ഒന്ന് നമുക്ക് വാങ്ങാൻ കിട്ടും, വാങ്ങി വായിച്ചു നോക്കണം. 10,000 പേരുടെ പേര് എണ്ണം ഞാൻ എണ്ണി, മുസ്ലിങ്ങൾ മാത്രം 10,000 പേര്. കുട്ടികളടക്കമുണ്ട്. ജാതി തിരിച്ച്, മതം തിരിച്ച് ഇങ്ങനെ പറയുന്നത് ഒട്ടുമേ ശരിയല്ല. ജമാൽ ലബ്ബയുടെ കഥ ഞാൻ പറഞ്ഞു. അവരുടെ കൂട്ടത്തിൽ തന്നെ മരിച്ച 4 മുസ്ലിങ്ങളുണ്ട്. വെടിവെച്ച് കൊന്നതാണ് പോലീസുകാർ. ഉസ്മാൻ ഖാൻ എന്ന് പറയുന്ന പോലീസ് ഇൻസ്പെക്ടറാണ് വെടിവെച്ചത്. നേരെ നെഞ്ചു കൊടുത്തുന്ന ജമാൽ ലബ്ബയെ പോലുള്ള ആളുകളാണ്, ചെല്ലപ്പൻ വൈദ്യരെ പോലുള്ള ആളുകളാണ്. അവർക്ക് മതം ജാതി വ്യത്യാസമില്ല. ഒരാൾ അമ്പലത്തിൽ പോകുന്നു, ഒരാൾ പള്ളിയിൽ പോകുന്നു, ആ വ്യത്യാസമേ ഉള്ളൂ. അല്ലാഹു എന്നൊരാൾ വിളിക്കുന്നു, ദൈവമേ എന്ന് വേറൊരാൾ വിളിക്കുന്നു, അത്രയേ ഉള്ളൂ. മാവേലിയുടെ സങ്കല്പത്തിലും ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. മധുരൈ കാഞ്ചിയിലാണ് ഓണത്തെക്കുറിച്ചുള്ള ആദ്യത്തെ അടയാളം വരുന്നത്. ഇതെന്റെ മക്കൾ മറക്കരുത്. 2003 ഇറാഖിൽ വലിയ ബസ്ര എന്ന് പറയുന്ന വലിയ ലൈബ്രറി ബോംബ് വീഴുന്നതിന് തൊട്ടു മുമ്പ്
അവിടുത്തെ ഒരു ലൈബ്രറിയൻ സ്ത്രീ മുഹമ്മദ് അലിയ ബേക്കർ എന്ന് പറയുന്ന സ്ത്രീ ഓടിച്ചെന്ന് കുറെ പുസ്തകങ്ങൾ ആദ്യം വാരിക്കൊണ്ട് വരികയാണ്. ബോംബ് വീണുകൊണ്ടിരിക്കുകയാണ്. 30,000 പുസ്തകങ്ങൾ ആ സ്ത്രീ നെഞ്ചോട് അടുക്കി പിടിച്ചുകൊണ്ട് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടത്തിലെ വലിയ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള വലിയ ലൈബ്രറിയിൽ നിന്നും ഈ പുസ്തകങ്ങൾ രക്ഷപ്പെടുത്തുകയാണ് ചെയ്ത ആ സ്ത്രീ. തന്റെ ജീവനെയോ തന്റെ മക്കളുടെ ജീവനെയോ പരിഗണിക്കാതെയാണ് ആ സ്ത്രീ ചെയ്തത്. ഇതിനു തുല്യമായി നമുക്ക് ലോകത്തോട് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇത്തരം വലിയ ത്യാഗത്തിന്റെ കഥകൾ ലോകമെമ്പാടുമുണ്ട്. ഞാൻ മലയാളത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി, തമിഴിന്റെ മഹത്വത്തിന് തുല്യമായിട്ട് മലയാളത്തിന്, തിരുക്കുറലിന് തുല്യമായിട്ട് ഒരു ഭഗവത്ഗീതയും മുന്നോട്ട് വയ്ക്കാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1330 ശ്ലോകങ്ങളുള്ള 333 അധ്യായങ്ങളുള്ള, അതുകൊണ്ട് അതിനടുത്ത അധ്യായങ്ങളുള്ള തിരുക്കുറലിന് തുല്യമായിട്ട് ധർമ്മം, അർത്ഥം, കാമം എന്നതിനെ കുറിച്ചുള്ള 3 കാര്യങ്ങളെ കുറിച്ചുള്ള വിശദമായ പ്രതിപാദ്യമുള്ള തിരുക്കുറലിന് തുല്യമായിട്ട് ലോകത്ത് ഇന്നേ വരെ ഒരു ആധ്യാത്മിക ഗ്രന്ഥം ഉണ്ടായിട്ടില്ല എന്നാണ്. അത് ഏതാണ്ട് നോക്കിയ എൻ്റെ ഒപ്പം വന്ന ലാൽസലാം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, അതിൻ്റെ വ്യാഖ്യാന സഹിതം. അത് നോക്കിയിട്ടുള്ള ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഒപ്പം വന്ന വേറെയും 3 ആളുകളുണ്ട്. അവര് ഒരു കുഞ്ഞു വാവയുമുണ്ട്. അധികം പറഞ്ഞാൽ കൊച്ചു കരയും. മലയാളത്തിന്റെ മഹത്വത്തെ കുറിക്കുന്ന എൻ്റെ അമ്മ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അമ്മ ചൊല്ലിച്ചെന്നത് ഒരു കടങ്കഥയാണ്. ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പുത്തിറങ്ങി. എൻ്റെ അമ്മ മരിച്ചിട്ട് 3 വർഷമായുള്ളൂ. അമ്മ എന്നോട് മരിക്കുന്നതിന് ഏതാണ്ട് 1 വർഷം മുമ്പ് ചോദിച്ചതാണ്, മക്കളെ ഈ താളത്തിൽ മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, നിനക്ക് പറയാമോ എന്ന്. ഞാൻ കുറെ നേരം ആലോചിച്ചു. എന്നിട്ട് അമ്മ തട്ടിക്കാണിച്ചു തന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു നടൻ, ഒരു പാട്ടുകാരൻ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അദ്ദേഹമാണ് ഈ പാട്ട് പാടി അഭിനയിച്ചത്. കലാഭവൻ മണി. കലാഭവൻ മണി, ഒരു കയ്യടി കൊടുത്തേ എൻ്റെ മക്കൾക്ക്. അടിപൊളി. ആ, കട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട. അതല്ലേ പാട്ട്? ആന കേറാമല ആടു കേറാമല 1000 കാന്താരി പൂത്തിറങ്ങി. തമിഴിലും മലയാളത്തിലും പിടിച്ച പഴയ മുദ്രാവാക്യങ്ങൾ പലതും, അതിൻ്റെ സംഗീതം, അതിൻ്റെ താളം എടുത്തിട്ട് നമ്മുടെ AR റഹ്മാൻ സിനിമയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടുപിടിക്കണം. ഇതൊക്കെ തന്നത് പാവപ്പെട്ട മനുഷ്യരാണ്. അവർ പള്ളിക്കൂടത്തിലൊന്നും പോയിട്ടില്ല. വലിയ സംസ്കാരമുള്ള മനുഷ്യരായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമുള്ള ജനത ഏതാണെന്ന് ഒരു വലിയ മനുഷ്യനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ട് പറഞ്ഞു ആദിവാസികളാണെന്ന്, ഗോത്ര ജനതയാണെന്ന്. അവർക്ക് വലിയ പഠിപ്പൊന്നുമില്ല, പക്ഷേ സ്ത്രീധന മരണങ്ങളില്ല, ആത്മഹത്യകളില്ല, കൊലപാതകങ്ങളില്ല. ഇന്നിപ്പോ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ഒരു ആദിവാസിയും ഒരാളെയും ഒന്ന് നുള്ളിയിട്ട് പോലുമില്ല. ഇവരല്ലേ സംസ്കാരമുള്ള ജനത. തീർച്ചയായിട്ടും അവരെ ഓർത്തുകൊണ്ടൊന്ന് കൈയടിക്കണം. ഗംഭീര മനുഷ്യരാണ്. മക്കളെ, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അയ്യൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലെ വേടർ സമുദായത്തിൽപ്പെട്ട ഒരു ബഹുമാന്യനായ വ്യക്തി ഉണ്ടായിരുന്നു, എൻ്റെ സുഹൃത്ത്. അയാൾക്കൊരു അവാർഡ് കിട്ടി. കോഴിക്കോട് നിന്നാണ് അവാർഡ് വാങ്ങേണ്ടത്. അയാൾക്ക് ട്രെയിനിൽ കയറി പരിചയമില്ല. എൻ്റെ സുഹൃത്ത് ഇരിഞ്ചേം സെബാസ്റ്റ്യൻ മരിച്ചുപോയി. അദ്ദേഹം 2 പൊതിച്ചോറും തന്നിട്ട് അയ്യനെ കൊണ്ട് അവാർഡ് വാങ്ങി തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ട്രെയിനിൽ കയറി, മലബാർ എക്സ്പ്രസ് ആണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അയ്യനെ കാണാനില്ല. ഞാൻ ആ ട്രെയിൻ ബോഗികൾ മുഴുവൻ തിരക്കി നോക്കുമ്പം അയാൾ ഈ ചോറ്റുപതിയുമായിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ആഹാരം കഴിച്ചോ, നിങ്ങൾ ആഹാരം കഴിച്ചോ എന്ന്. എനിക്ക് തോന്നിയില്ലത്, അയ്യനാണ് തോന്നിയത്. അയ്യനാണ് എൻ്റെ ഗുരു. അയ്യപ്പ സ്വാമിയെക്കാളും ഞാൻ മുകളിൽ കാണുന്നത് അയ്യനെയാണ്. ആ അയ്യനെ നിങ്ങൾക്കറിയില്ല. ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ പേരില്ല. പക്ഷെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു പുസ്തകത്തിൽ വന്നു. ഇരു എന്ന് പറയുന്ന ഷിനിലാൽ എഴുതിയ സാഹിത്യ അക്കാദമി അവാർഡ് ഈ വർഷവും ഇതിന് 2 വർഷം മുമ്പും കിട്ടിയ വി ഷിനിലാൽ എന്ന നെടുമങ്ങാട്ടുകാരൻ എഴുതിയ പുസ്തകത്തിൽ ഈ പരാമർശമുണ്ട് അയ്യനെ കുറിച്ച്.
അതിൽ കൂടുതൽ എന്ത് വേണം? ഞാൻ പറഞ്ഞത് കേട്ടിട്ടാണ് ഷിൻലാൽ അത് എഴുതിയത്. അതുകൊണ്ട് മക്കളെ, നാട്ടിൽ ഒരു ചരിത്ര പുസ്തകത്തിലും പേരില്ലാത്ത പാവം മനുഷ്യനെ കുറിച്ച് ഓർക്കണം. കാക്ക കുളിച്ചാൽ കൊക്കാക എന്ന പാഠപുസ്തകത്തിലെ പാഠം ഇപ്പൊ തിരുത്തി കഴിഞ്ഞു. നിറത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും ഹീനമായ പഴഞ്ചൊല്ലായതുകൊണ്ടാണ് അതിനെ മാറ്റിയത്. അതുകൊണ്ട് എൻ്റെ മക്കൾ, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കുറെ നേരത്തെ വന്ന് കുറച്ച് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു, അതൊന്നും പറയുന്നില്ല. നിങ്ങൾ തമിഴ് നന്നായി പഠിക്കുകയും തമിഴിൽ മുന്നേറുകയും ചെയ്യുന്നതോടൊപ്പം പാവം മലയാളത്തെ മറക്കരുത്. ഇപ്പം മലയാളികൾ മലയാളത്തെ മറക്കുകയാണ്. ഞങ്ങളുടെ നാട്ടില് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ് മുഴുവനും. അത് മലയാളം മീഡിയം സ്കൂളുകളായിരുന്ന സ്ഥലത്തും ഇംഗ്ലീഷ് പഠിക്കാനേ കുട്ടികളുള്ളൂ. അമ്മയെ മറന്നുള്ള ജീവിതം ഒട്ടും ശരിയല്ല. തമിഴിനെ മറന്ന് തമിഴ്നാട്ടുകാർ ജീവിക്കരുത്. ഈ ലോകം നശിച്ചു പോകും. 6000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ് ബ്രാഹ്മി ലിപി ഉണ്ടായിരുന്നതായി ആദിച്ചനല്ലൂരില് ഗവേഷണം തെളിയിച്ചു കഴിഞ്ഞു. അത്ര പഴക്കമുള്ള ഭാഷയാണ്. ഞാൻ പറഞ്ഞതല്ല, ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു ആദ്യ ഭാഷ ഏതാണ്? തമിഴാണ്. ഒരു തർക്കമില്ല, ആർക്കും തർക്കം വേണ്ട. അത്ര ഗംഭീരമായ തമിഴിനെ വണങ്ങിക്കൊണ്ട് നിങ്ങൾ എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.